ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അജ്മാൻ ഫിഷ് മാർക്കറ്റിലോട്ടാണ്. സമയം ഒരു 11:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിഗാസ് ഇറ്റ്സ് മൈ ലൈഫ്. ഇന്നത്തെ പുതിയ വീഡിയോ ഫിഷ് മാർക്കറ്റിൻ്റെയാണ്, അജ്മാൻ ഫിഷ് മാർക്കറ്റ്. അപ്പോൾ ദുബായ് ഫിഷ് മാർക്കറ്റ് ഞാൻ പോയിട്ടില്ല കേട്ടോ. ഷാർജയിൽ പോയിട്ടുണ്ട്, പക്ഷേ ഷാർജ പോലെയല്ല അജ്മാനിൽ. ഷാർജയിൽ നമുക്കങ്ങനെ ബാർഗെയിൻ ചെയ്ത് വാങ്ങാനൊന്നും പറ്റില്ല. ഒരു ഫിക്സഡ് റേറ്റ് ഉണ്ട്, അതിൽ തന്നെ എടുക്കണം. പിന്നെ ഇത്രയും ബിഗ് അല്ല. അജ്മാൻ ഫിഷ് മാർക്കറ്റ് കുറച്ചും കൂടിയും വലുതാണ്. അങ്ങോട്ടേക്ക് പോകുന്ന വഴി ഇപ്പോൾ അവിടെ ഈ വർക്കൊക്കെ നടക്കുന്ന കാരണം, രണ്ട് സൈഡിലും കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്ന കാരണം നല്ല തിരക്കുണ്ട്. പിന്നെ വഴി നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റിൽ നമ്മൾ എത്തി കേട്ടോ. മാപ്പ് വെച്ചിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ പാർക്കിംഗ് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെയായിട്ട് കുറച്ച് നടക്കാനുള്ള ദൂരമുള്ളൂ. മീൻസ് ഈ ഒരു സൈഡിൽ തന്നെയായിട്ട് നമുക്ക് പാർക്കിംഗ് കിട്ടിയായിരുന്നു. എന്നിട്ട് അവിടെ നല്ല വെയിലാണ്. ഈ 11:30-12 മണിക്ക് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ പൊടിക്കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് ഫിഷ് മാർക്കറ്റ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നടന്ന് വരിക ചെയ്തത്. ഈ അറ്റം മുതൽ അങ്ങേ അറ്റം വരേക്കും ഉണ്ട് കേട്ടോ. അതിൻ്റെ ഈ ഒരു സൈഡിൽ ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, അവിടെയൊക്കെ വെജിറ്റബിൾ മാർക്കറ്റും കൂടിയിട്ടുണ്ട്. മീൻസ് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഉണ്ടായിരുന്നു. പിന്നെ ഡ്രൈ ഫിഷ് ഉണ്ടല്ലോ, അതിൻ്റെയും ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. നമ്മൾ ഇവിടുന്ന് അതിൻ്റെ ഉള്ളിലോട്ട് കടക്കുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വെജിറ്റബിൾസിൻ്റെ ഷോപ്പുകളുള്ളത്. പിന്നെ റൈറ്റ് സൈഡിലും പിന്നെ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ, അതായത് ഫിഷൊക്കെ കൊണ്ടുവന്നിടുന്ന സ്ഥലവും ഈവനിങ്ങിലും മോർണിംഗിൽ നേരത്തെയും ലേലം വിളിക്കും. അതൊക്കെ ഈ ഷോപ്പിൽ, അതായത് ഇവിടെ ഈ സെയിൽ ചെയ്യുന്നവരെല്ലാവരും അവിടെ നിന്നാണ് ഫിഷ് ഒരുമിച്ച് വാങ്ങിക്കുന്നത്. എന്നിട്ടാണ് അവരിവിടെ വെച്ചിട്ട് വിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്കും ലേലം വിളിയിൽ പങ്കെടുത്ത് നമുക്കും വേണമെങ്കിൽ വാങ്ങാം. പക്ഷേ നമ്മളങ്ങനെ ചെയ്യില്ല, കാരണം നമുക്ക് അത്ര അധികമായിട്ടൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇവരുടെ കയ്യിൽ നിന്നാണ് വാങ്ങാറ്. ഇവിടെ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 9:30-10 മണി വരേക്കും ഓപ്പണാണ്. ഫ്രൈഡേ ആയാലും പ്രയറിൻ്റെ ടൈമിലായാലും ഒക്കെ ഇവിടെ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഈ എത്തിയ സമയത്ത് അധികം തിരക്കൊന്നുമില്ല. കാരണം ഒന്നാമത് ആ ഒരു ഉച്ച ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേലം വിളിക്കുന്ന ടൈമോ അങ്ങനെയൊന്നുമല്ല. ഇനി ഈവനിങ്ങിലാവുമ്പോൾ, മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈവനിങ്ങിൽ പോയത്. അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു, നിറയെ ഫിഷും ഉണ്ടായിരുന്നു. ഇതിലിപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ അവരൊക്കെ ഈവനിങ്ങിലായിരിക്കും വേണമെങ്കിൽ ഓപ്പൺ ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു ചെമ്മീൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വേണമെന്ന് അവർ ഞങ്ങളുടെ അടുത്ത് കുറേ ചോദിച്ചു, നല്ലതാണ് വാങ്ങിച്ച് നോക്കുന്നത്. പക്ഷേ എനിക്കതിനെ കാണുമ്പോൾ തന്നെ എന്തോ പോലെ. പിന്നെ ഇതുവരേക്കും ഞാനത് വാങ്ങിച്ചിട്ടുമില്ല, അതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്യാൻ നിന്നില്ല. പിന്നെ അയിലൊക്കെ എടുത്ത് പൊക്കി കാണിക്കുന്നുണ്ട് അവർ. എല്ലാം നമുക്ക് റേറ്റ് കുറവിനൊക്കെ അവർ തരുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നെസ്റ്റോന്നും അവിടെ നിന്നൊക്കെയാണ് വാങ്ങാറുള്ളത്. അപ്പോൾ അവിടുത്തെ റേറ്റും ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഡിഫറൻസ് തോന്നുന്നുണ്ട്. പിന്നെ അവരൊരു റേറ്റ് പറഞ്ഞ് നമ്മളതൊരു 1 കിലോ 2 കിലോനൊക്കെ, 2 കിലോ ഒന്നും നമ്മൾ വാങ്ങാറില്ല. പക്ഷെ എന്നാലും നമ്മൾ 1 കിലോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയും ഓക്കെ. ഇപ്പോൾ ഇന്ന് ഞാൻ എന്തായിരുന്നു വാങ്ങിച്ചത്, ഞാൻ അതുപോലെ അവിടെ നിന്ന് വാങ്ങിച്ചത് ചെമ്മീനായിരുന്നു. ചെമ്മീൻ 1 കിലോ 25 ആണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ 1.5 കിലോ 30 എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 1.5 കിലോ 30 എടുത്തു. വലിയ ചെമ്മീനാണ് കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച അതിൻ്റെയൊക്കെ ഡ്രൈ ആണ് ഇരിക്കുന്നത്. ഇതൊക്കെ ആരാ കഴിക്കാമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിതുവരേക്കും കഴിച്ചിട്ടില്ല. കഴിക്കുന്നവരുണ്ടാകുമായിരിക്കാം, അറിയില്ല. നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ സൈഡിലൂടെ വന്ന് പിന്നെ ആ ഒരു ബാക്കിലോട്ടാണ് ഇത് പോകുന്നത്. ഇതിപ്പോൾ അടുത്ത സെക്ഷനിലോട്ട് വന്നു. ഇവിടെ നിൽക്കുന്നവരിൽ ഭൂരിഭാഗം ആൾക്കാരും മലയാളീസാണ് കേട്ടോ. അവർ നമ്മുടെ അടുത്ത് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇത് വാങ്ങിച്ചോ, അതെടുത്തോ, ഇതെടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് കാണുമ്പോൾ എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനുകളാണ്, വാങ്ങിക്കാനൊക്കെ തോന്നും. പക്ഷേ ഇതെല്ലാം വാങ്ങിച്ചിട്ട് കൊണ്ട് ഫ്രീസറിൽ വെച്ചിട്ട് വേണം പിന്നെ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ. കാരണം ഒറ്റ ദിവസം കൊണ്ട് നമുക്കിത് എന്തായാലും തീർക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ നിവൃത്തിയില്ലാത്തതുകൊണ്ട് 2-3 എന്തായാലും നമ്മൾ ഇത്രയും ദൂരം പോകുന്നതല്ലേ. അപ്പോൾ ഒരു 3-4 ഫിഷൊക്കെ വാങ്ങിച്ചിട്ട് വരും കേട്ടോ. പെട്ടെന്ന് തന്നെ എടുത്ത് തീർക്കാനും ശ്രമിക്കും. പിന്നെ ഞണ്ട് ഉണ്ടായിരുന്നു. ഞണ്ട് പ്രാവശ്യം ഞാൻ വാങ്ങിച്ചില്ല, നല്ല വലിയ ഞണ്ടൊക്കെയായിരുന്നു. പക്ഷേ അത് വാങ്ങിച്ചില്ല, കാരണം ഓൾറെഡി നമ്മൾ ഫിഷൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് കൊണ്ട് പിന്നെ ഞണ്ട് എടുക്കണ്ടെന്ന് വിചാരിച്ചു. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയ മത്തിയായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അയില, പിന്നെ എന്തായിരുന്നു കിങ് ഫിഷ്, അതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കിങ് ഫിഷൊക്കെ എനിക്ക് അത്യാവശ്യം റേറ്റ് കുറവുള്ള പോലെ തോന്നി കേട്ടോ. കിലോ 35 ഉണ്ടായിരുന്നുള്ളൂ. കിങ് ഫിഷ് നമ്മൾ നെസ്റ്റോയിലൊക്കെ പോകുമ്പോൾ നല്ല റേറ്റ് കണ്ടിട്ടുണ്ട്. പിന്നെ ആ സമയമായതുകൊണ്ട് അത്ര വലിയ തിരക്കോ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നോക്കിയെല്ലാം വാങ്ങാനൊക്കെ പറ്റി.
അങ്ങനെ രണ്ടാമത്തെ സെക്ഷൻ്റെ ആ ഭാഗവും കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് കടക്കുമ്പോൾ, അതായത് അതിൻ്റെ തന്നെ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്ത് തരുന്ന ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ. കണ്ടോ, അവിടെ നിന്ന് നമ്മൾ വന്നു, അത് കഴിഞ്ഞിട്ട് ഈ ലെഫ്റ്റിലായിട്ടാണ് വരിക. ക്ലീൻ ചെയ്യുന്നൊരു സെക്ഷൻ ഉണ്ട്. ഇവിടെ അവരതിൻ്റെ പ്രൈസൊക്കെ അവരവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ഫിഷിനും എങ്ങനെയാണ് അതിൻ്റെ ക്ലീനിങ്ങിന്, ക്രാബിനൊക്കെ എങ്ങനെയാണ് റേറ്റ് എന്നുള്ളതൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെയും നമുക്ക് ബാർഗെയിൻ ചെയ്യാം, പക്ഷേ നമ്മൾ ചെയ്തില്ല. കാരണം നമുക്ക് ഒന്നാമത് 2 മീൻ ഉണ്ടായിരുന്നുള്ളൂ കൊടുക്കാനായിട്ട്. കിങ് ഫിഷ് ഓൾറെഡി നമ്മൾ വാങ്ങിച്ചെടുത്തുനിന്ന് അവർ തന്നെ ക്ലീൻ ചെയ്ത് തന്നു. പിന്നെ മത്തിയും അയിലയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അയിലല്ല, വേറെ ഒരു മീനാണ് വാങ്ങിച്ചിട്ട്, സുൽത്താൻ ആ ഫിഷാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അവർ നമുക്ക് ക്ലീൻ ചെയ്ത് തന്നു. അതിന് നമ്മൾ 5 ദിർഹമാണ് കൊടുക്കേണ്ടി വന്നത്. ഇവിടെ നമുക്കിങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈവനിങ്ങിലൊക്കെ നല്ല രസം ഉണ്ടാകുമായിരിക്കും. ഇപ്പം നല്ല വെയിലാണ് അവിടെ. ഇവിടെയാണ് ഫിഷൊക്കെ വരുന്നതും ലേലം വിളിക്കുന്നതൊക്കെ ഈ ഭാഗത്താണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ സ്ഥലമൊക്കെ കാണാനായിട്ട്. കണ്ടോ, ഈ ഒരു വൈറ്റ് ഇതിങ്ങനെ ഇട്ടിരിക്കുന്നത്, അവിടെയാണ് ഇവർ ഫിഷൊക്കെ കൊണ്ടുവന്നിട്ട് ലേലം വിളിക്കുന്നതൊക്കെ ഇവിടെയാണ്. അപ്പോൾ അവർ ക്ലീൻ ചെയ്യുന്ന ടൈം നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടി. കാരണം ആ ഒരു സെക്ഷൻ മുഴുവൻ ക്ലീനിങ്ങിൻ്റെ മാത്രമാണ്. അപ്പോൾ ഓരോരുത്തരിങ്ങനെ നമ്മൾ കവറും കൊണ്ട് വരുന്ന കാണുമ്പോഴേ അവരെല്ലാവരും നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, വായോ വായോ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ ഫിഷൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മളവിടെ നിന്ന് പുറത്ത് കിടന്നപ്പോഴാണ് അപ്പുറത്തെ സൈഡിൽ വെജിറ്റബിൾസിൻ്റെ സെക്ഷൻ കണ്ടത്. അപ്പോൾ നല്ല ഫ്രഷ് ചീരയൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഒരു 2-3 കെട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെയും നമുക്ക് അവരത് 1 ദിർഹമാണ് ഒരു കെട്ടിനുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് 5 ദിർഹത്തിനായിട്ട് അവർ 6 കെട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 കെട്ട് പച്ചച്ചീരയും 3 കെട്ട് ചുവന്ന ചീരയും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വെജിറ്റബിൾസൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ ബദാമിൻ്റെ പച്ച ബദാം അതൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അത്തിപ്പഴം, ഇരിക്കുന്ന താമരമുട്ട് പോലെ ഇരിക്കുന്നതൊക്കെ അത്തിപ്പഴമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇങ്ങനെയാണ് അതിരിക്കുക എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനതിൻ്റെ ഡ്രൈ ഫിഗ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നെസ്റ്റോന്നൊക്കെ നമ്മൾ വാങ്ങാറുള്ളതും അത് തന്നെയാണ്. പക്ഷേ ഇന്ന് ഞാനിത് ആദ്യമായിട്ടാണ് കണ്ടത്. ഇതാണ് ബദാം, പച്ച ബദാം. നമ്മൾ വാങ്ങിച്ചില്ല, ജസ്റ്റ് കണ്ടപ്പോൾ ഞാനങ്ങനെ വീഡിയോ എടുത്തു എന്ന് മാത്രം. പിന്നെ ഇരിക്കുന്നതാണ് ഫിഗ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ രാവിലെ നടന്നിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ. അതായത് നമ്മൾ മോളുടെ സ്കൂളിൽ പോകുന്ന ഒരാവശ്യം ഉണ്ടായിരുന്നു, ഓപ്പൺ ഹൗസ് ആയിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് അങ്ങനെ നേരെ നമ്മൾ ഫിഷ് മാർക്കറ്റിൽ പോയതാണ്. അപ്പോൾ ഫിഷ് മാർക്കറ്റിലെല്ലാം ജസ്റ്റ് അതൊന്നും കണ്ട് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ച് തൊട്ടപ്പുറത്തുള്ള വെജിറ്റബിൾ മാർക്കറ്റ്, അതൊരു 6-7 കടകളേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അവിടെയും കണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ചിറങ്ങി. പിന്നെ ഈ ഫിഷ് മാർക്കറ്റിൽ നമുക്ക് ക്യാഷ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, കാർഡ് വെച്ചിട്ട് പേ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.